ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. ഒന്നുകൊണ്ടും പഠിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച്, അതുപോലെ തന്നെ സംഘപരിവാറിനെ കുറിച്ച് കാലാകാലങ്ങളായിട്ട് വെച്ച് പുലർത്തുന്ന ഒരു ധാരണയുണ്ട്. അതായത് സംഘപരിവാർ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾക്കെതിരെയാണ്. ഇങ്ങനെയൊക്കെയാണ് കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഇമാജിനേഷൻ ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ കുറിച്ച്. ആ ഒരു നനേഷൻ അല്ലെങ്കിൽ ആ ഒരു ധാരണ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുബോധത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല എന്നാണ് നഗ്നമായ സത്യം. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ത് ചെയ്താലും, സംഘപരിവാർ എന്ത് ചെയ്താലും, സാധാരണ രീതിയിൽ പറയാറില്ലേ, അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയേറിയുന്നു, അതുപോലെയാണ് ഒരു കാര്യത്തിനോട് എടുക്കുമ്പോൾ മാത്രമാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരള ജനതയുടെ നന്ദികേട് കാണാൻ പറ്റൂ, മനസ്സിലാക്കേണ്ടി പറ്റും. ഈ ഒരു നന്ദികേട് കണ്ടത് ശബരിമലയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് പറയാൻ വേണ്ടി കാരണം ഭാരതീയ ജനതാ പാർട്ടി ഒന്നുകൊണ്ട് മനസ്സിലാക്കില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി കാരണം കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കായി വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഒരു നിയമമാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിന്റെ നീരാളിപ്പിടുത്തത്തിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് അമ്പലങ്ങൾ ഒക്കെ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരാണ് മുനമ്പത്തെ തീരദേശവാസികളും. നമ്മളൊക്കെ കണ്ടതാണ് അവരുടെ സമരങ്ങളും അവരുടെ നിലവിളികൾ, അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വഖഫ് ബോർഡിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രദേശത്തെ മുനമ്പം തീരദേശ പ്രദേശത്തെ ഏകദേശം 60ഓളം കുടുംബങ്ങൾ ആ സമയത്ത് വഴിയാധാരമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രതിഷേധമായിരുന്നു. അന്ന് അവർ ആ തെരുവിൽ നടത്തിയ സമരത്തിൽ, ആ സമര പന്തലിലേക്ക് ഒരു CPM നേതാവോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവോ പോയതായിട്ട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് നേതാവോ പോയതായിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? അവരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, ആ തീരദേശത്ത് പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരോടൊപ്പം കൂടാതെ അവിടെ പ്രതിഷേധിക്കുന്ന ഓരോരുത്തരെയും അടിച്ചു തെളിച്ച് പുറത്താക്കാൻ വേണ്ടി ഇടതിനും വലതിനും ചേർന്ന് സമരക്കാർക്കെതിരെ സംയുക്തമായിട്ട് നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ഉണ്ടായത്. അന്ന് മുനമ്പത്തെ പ്രതിഷേധക്കാർ മനം പൊട്ടിക്കരഞ്ഞപ്പോൾ അവരെ സാന്ത്വനിപ്പിക്കാനും അവർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഈ പ്രതിഷേധത്തിന്റെ വിജയം കാണാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നൊരു പാർട്ടിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. ഇതേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കാണുകയും വഖഫ് ബോർഡിന്റെ നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന് പറയുകയും മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ സ്വത്തിൽ അവർക്ക് പൂർണ്ണ അവകാശം നേടാനുള്ള ആവശ്യമായ നിയമനിർമ്മാണം നടത്തുവാൻ പറയുകയും അങ്ങനെ വഖഫ് ബോർഡിന്റെ പുതിയ നിയമം നിലവിൽ വരുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മളൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമ്മൾ കുറച്ചെങ്കിലും പ്രതീക്ഷിക്കും, സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കാരും പ്രവർത്തകരും നേതാക്കളും ഒക്കെ തീരദേശ ക്രിസ്ത്യാനികളിൽ നിന്നും കിടപ്പാടം തിരിച്ചു കിട്ടിയതിന്റെ കടപ്പാട് BJPക്ക് വോട്ടായി തീരുമെന്ന് അവർ കരുതി അവർ കുറ്റം പറയാനും കഴിയും. നമ്മളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചും അത് പ്രതീക്ഷിക്കും. എന്നാൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഈ തീരദേശ ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്തത്? വൈപ്പില് കോൺഗ്രസുകാരനായ ടോണി ചെമ്മണിയെ 15,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. CPMന്റെ അഡ്വക്കേറ്റ് MP ഷൈനിക്ക് 50,464 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ NDA സ്ഥാനാർത്ഥിയായ അനിത തോമസിന് എത്ര കിട്ടിയെന്നറിയോ? വെറും 13,637 വോട്ടുകൾ. മുനമ്പത്തെ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ഒപ്പം കൂടിയതിന്, മുനമ്പത്തെ പ്രശ്നം തീർക്കാൻ, മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ ഒപ്പം നിന്നതിന്, വഖഫ് ബോർഡിന്റെ പഴയ നിയമമൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്ന് അവരുടെ മുനമ്പത്തെ തീരദേശവാസികൾക്ക് അവരുടെ സ്വത്തുക്കൾക്ക് അവരാണ് അവകാശി എന്ന് ഉറപ്പുവരുത്തിയതിന് അവർ കാണിച്ച കടപ്പാട്. ശരിക്കും ഇപ്പൊ ആരാണ് ജയിച്ചു കയറിയത്? മുനമ്പം തീരദേശവാസികളുടെ കിടപ്പാടം വഖഫ് ബോർഡിന് തീരെഴുതി അവിടെ നിന്നും മുനമ്പത്തെ ജനങ്ങളെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചവരല്ലേ. നമ്മൾ ഓരോ അനുഭവവും ഓരോ പാഠമായിട്ട് ഉൾക്കൊള്ളണം. ആ പാഠങ്ങൾ ആവർത്തിച്ച് നമ്മൾ മനഃപാഠമാക്കണം. ആ പാഠങ്ങൾ
നമ്മൾ നമ്മുടെ ആന്തരാത്മാവ് വരെയും മറക്കാൻ പാടില്ലാത്ത രീതിയിൽ പഠിച്ചെടുക്കണം, മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നാളെ ആളുകളെ അറിയാനും മനസ്സിലാക്കാനും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാൻ സാധിക്കും. അനുഭവങ്ങൾ ഒരു പാഠമാകട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും ജയ് ഹിന്ദ്.